എബ്രോഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജർമ്മനിയിലെ രജിസ്റ്റേർഡ് നേഴ്സായി വളരെ നാളായി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചവരും പഠിക്കാത്തവരും കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതായ സെഷനാണ് ഇന്നത്തേത്. ജർമ്മൻ ഗവൺമെൻറ് പുതിയതായി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഈ ലഘുവായ ഈ രജിസ്റ്റേർഡ് നേഴ്സ് ആകാനുള്ള പാതയിൽ സീനിയർ കെയറായി ജർമ്മനിയിലെത്തിയ ശേഷം രജിസ്റ്റേർഡ് നേഴ്സായി ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം UK വന്നിരിക്കുന്ന മാറ്റങ്ങൾ. OETയും IELTSഉം ആവശ്യത്തിന് സ്കോർ നേടിയിട്ടും 2 അതിലധികമോ വർഷമായി അവരുടെ IELTSഉം OETയും സ്കോറുകൾ എക്സ്പയർ ചെയ്തിട്ട് വളരെയേറെ പേർ കാത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കഴിഞ്ഞ 4-5 വർഷമായി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും B1 കംപ്ലീറ്റ് ആയി B2 ചെയ്യുന്നവരും B2 കംപ്ലീറ്റ് ആയിട്ടും ഒരു എംപ്ലോയറെ ലഭിക്കാത്തവരും ധാരാളം ആൾക്കാർ കേരളത്തിലും ഇന്ത്യയുടെ പല സ്ഥലത്തുമുണ്ട്. അവർക്ക് ഇത് ഏറ്റവും അനുചിതമായ ഉപകാരപ്പെടുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരാൾ ജർമ്മനിയിൽ ഈ പ്രോഗ്രാം അനുസരിച്ച് രജിസ്റ്റേർഡ് നേഴ്സായി മാറുന്നത്? ജർമ്മനിയിലെ ഏറ്റവും ഷോർട്ടേജ്, നഴ്സിംഗ് ഏരിയയിൽ ഏറ്റവും ഷോർട്ടേജ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. നേരിട്ട് ജർമ്മനിയിൽ ഒരാൾ രജിസ്റ്റേർഡ് നേഴ്സായി പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് B2 കഴിയുകയും അതിനുശേഷം നമ്മൾ UK NMC രജിസ്ട്രേഷന് പോലെയുള്ള ഫാക്കൻറ്റ് എക്സാമിനേഷൻ പാസ്സാകുകയും ചെയ്ത ശേഷം മാത്രമാണ് എല്ലാ ജർമ്മനിയിലെ എംപ്ലോയർമാരും ഇൻ്റർവ്യൂകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രോഗ്രാമിൽ ജർമ്മൻ ഭാഷ പഠിച്ചവരോ ഇനി ജർമ്മൻ ഭാഷ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരോ ആർക്കും ചേരാവുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് B2 ലാംഗ്വേജ് ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിന് ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഇതിനുള്ളതെന്ന് ചോദിച്ചാൽ BSc നഴ്സിംഗ് 4 വർഷത്തെ പ്രോഗ്രാമായി ഇന്ത്യയിലോ കേരളത്തിലെ സംസ്ഥാനത്തും പഠിച്ച പാസ്സായ ആർക്കും ഈ പ്രോഗ്രാമിൽ ചേരാവുന്നതാണ്. ഇവിടെ ചെറിയ സംശയം വരും, ഡിപ്ലോമ നഴ്സസിന് UK സാധ്യതകളുണ്ട്, ഇത് ജർമ്മനിയിൽ സാധ്യതയുണ്ടോ എന്ന്. ഡിപ്ലോമ മാത്രമാണെങ്കിൽ 3 വർഷത്തെ മിഡ്വൈഫറി ഡിപ്ലോമ മാത്രമാണെങ്കിൽ ഈ പ്രോഗ്രാമിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഡിപ്ലോമയ്ക്ക് ശേഷം ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും BSc നഴ്സിംഗ് പാസ്സാകുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അങ്ങനെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഏത് ട്രാക്കിലൂടെയും 4 വർഷത്തെ BSc നഴ്സിംഗിന് തുല്യമായതോ അല്ലെങ്കിൽ BSc നഴ്സിംഗോ പാസ്സായ ആർക്കും ഈ പ്രോഗ്രാമിൽ ചേരാവുന്നതാണ്. ഇതിൻ്റെ പ്രായപരിധി 45 വയസ്സാണ്. ജർമ്മൻ പഠനത്തെക്കുറിച്ചാണ് ഇനി ഈ വിഷയം സംസാരിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠനം എല്ലാവർക്കും അറിയാം, ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നടത്തുന്നത്. അതിൽ A1 A2 B1 B2 C1 C2 ഇങ്ങനെ പഠനം തുടർന്നു പോകുന്നു. സാധാരണ B2 ലെവൽ വരെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രോഗ്രാമിന് ചേരുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠനം തുടങ്ങണം എന്ന് പോലും ഇല്ല. എന്നാൽ ജർമ്മൻ ലാംഗ്വേജ് B1 ഉണ്ടെങ്കിൽ വളരെ ഗുണമാണ്. കാരണം നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് B1 ഉണ്ടെങ്കിൽ നേരിട്ട് ജർമ്മൻ ഭാഷയിൽ തന്നെ ഈ എംപ്ലോയർ ഇൻ്റർവ്യൂ എടുക്കുന്നു. ഇൻ്റർവ്യൂ എടുക്കും 1-2 ഇൻ്റർവ്യൂകൾ, ചിലപ്പോൾ ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങളുടെ ഭാഷാ പരിജ്ഞാനം മനസ്സിലാക്കി B1 കഴിഞ്ഞവർക്ക് മനസ്സിലാക്കിയ ശേഷം അവർക്കൊരു ജോബ് കോൺട്രാക്ട് നൽകുകയും ജോബ് കോൺട്രാക്റ്റിന് ശേഷം ജോബ് ഓഫർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ജർമ്മൻ ഗവൺമെൻറ് അപ്പോസൽ ചെയ്ത ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ആ ജർമ്മൻ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ അവിടെ സീനിയർ കെയറർ എന്ന കാറ്റഗറിയിൽ B1 യോഗ്യതയോടുകൂടി ജോലിയിൽ പ്രവേശിക്കും. ഇതിന് 30 മുതൽ 90 ദിവസം വരെ കാലാവധി മാത്രമേ ആവശ്യമുള്ളൂ. 30 മുതൽ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് തുടങ്ങുന്ന സമയം 30 ദിവസമാണ്. കാരണം പേപ്പർ വർക്കുകളുണ്ട്. നിങ്ങളുടെ വിസ 90 ദിവസത്തിനകം ഇത് ലഭിക്കുന്നതാണ്. ഇത് ഞാൻ B1 കഴിഞ്ഞവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ അങ്ങനെ ചെന്ന ശേഷം അവിടെ ചെന്ന് നിങ്ങൾ സീനിയർ കെയറായി ജോലി പ്രവേശിക്കും. സീനിയർ കെയറായി ജോലി പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് 1920 രൂപ 1920 യൂറോ മാസവേതനം ലഭിക്കുന്നു. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്കിനില്ല, ജർമ്മൻ ലാംഗ്വേജ് അറിയില്ല, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നിരിക്കട്ടെ, നിങ്ങളുടെ എംപ്ലോയർ ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നടത്തും. ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നടത്തിയ ശേഷം 1-2 ഇൻ്റർവ്യൂ നടത്തിയ ശേഷം നിങ്ങൾക്ക് ജോബ് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ കോൺട്രാക്ട് സൈൻ ചെയ്യും. നിങ്ങൾക്ക് കോൺട്രാക്ട് സൈൻ ചെയ്ത ശേഷം നിങ്ങളുടെ നാട്ടിൽ ഏത് സംസ്ഥാനത്താണോ ഏത് രാജ്യത്താണോ നിങ്ങളുള്ളത് ആ രാജ്യത്ത് നിന്ന് B1 യോഗ്യത നേടണം. ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ B1 യോഗ്യത നിങ്ങൾ സ്വായത്തമാക്കിയിരിക്കണം. B1 യോഗ്യത നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
B1 കഴിഞ്ഞ നഴ്സസ് പോയതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോൺട്രാക്ട് സൈൻ ചെയ്ത് സീനിയർ കെയറായി പ്രവേശിക്കാവുന്നതാണ്. സീനിയർ കെയറായി പ്രവേശിച്ചാൽ അവിടെ ചെന്ന് B2 നിങ്ങളെ അവിടെയാണ് പഠിപ്പിക്കുന്നത്. ഈ എംപ്ലോയറും അദ്ദേഹത്തിന്റെ സ്ഥാപനവും ചേർന്ന് നിങ്ങൾക്ക് B2 ട്രെയിനിങ് 6 മുതൽ 9 മാസം വരെ നൽകുന്നു. വൺസ് നിങ്ങൾ B2 ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, B2 എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള ഫോക്കൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സിന് അറ്റൻഡ് ചെയ്യാം. അത് 1-2 തവണ നിങ്ങൾക്ക് ഒരു തവണ ഫെയിൽ ആയാലും അറ്റൻഡ് ചെയ്യാം. ഈ കാലയളവിൽ നിങ്ങളുടെ വിസ 24 മാസത്തേന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. വൺസ് നിങ്ങൾ ഈ രജിസ്റ്റേർഡ് നേഴ്സിന്റെ ജർമ്മൻ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ പല ഹോസ്പിറ്റലുകളും പല എംപ്ലോയർമാരും പല തരത്തിൽ ഇന്റർവ്യൂകൾ ചെയ്യും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സീനിയർ കെയറായി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് അവിടെ ലഭിക്കുന്നു, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നു, നിങ്ങൾക്ക് തിയറി പാർട്ട് ഏതെങ്കിലും നഴ്സിംഗ് കോളേജിലോ മെഡിക്കൽ ഹോസ്പിറ്റലിലോ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം എംപ്ലോയറുടെ റിസ്കിൽ ചെയ്യപ്പെടും. പിന്നീട് നിങ്ങൾ ഹോസ്പിറ്റൽ ഇന്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോബോട് കൂടി രജിസ്റ്റേർഡ് നഴ്സായി ജോലി പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിച്ചു കഴിയുമ്പോൾ 2320 അടിസ്ഥാന വേതനം, യൂറോ അടിസ്ഥാന മാസ വേതനത്തിൽ ജോലി പ്രവേശിക്കുന്നു. അപ്പോഴും നിങ്ങൾക്ക് ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ 2 കാറ്റഗറി സീനിയർ കെയറിൽ നിന്നാണ് നിങ്ങൾ കെയറർ മീൻസ് നഴ്സിലേക്ക് മാറുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സീനിയർ കെയറായി പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പെൻസസ് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ ലാംഗ്വേജ് B1 വരെ നിങ്ങളുടെ രാജ്യത്ത് പഠിക്കുന്ന എക്സ്പെൻസ് ഈ സ്റ്റുഡൻറ്റ് മാനേജ് ചെയ്യണം. അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് ടിക്കറ്റ്, വിസ, പ്രോസസ്സിങ് ഇതെല്ലാം ഫ്രീ ആയി ജർമ്മൻ എംപ്ലോയർ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ വിസ പ്രോസസ്സിങ്ങിന്റെ ചാർജ്, ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ചാർജ് കാൻഡിഡേറ്റ് അതാത് രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുകയും നിങ്ങൾക്ക് വൺസ് അവിടെ എത്തിയ ശേഷം ചിലപ്പോൾ അത് റീഫണ്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കാൻഡിഡേറ്റിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഭാഷാ പഠനം B1 വരെ പഠിക്കുന്നതിനും പിന്നീട് വിസ പ്രോസസ്സിങ്ങിന് ഗവൺമെന്റ് ഫീസും മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. പക്ഷേ എംപ്ലോയർ സൈഡിൽ നിന്ന് ടിക്കറ്റ്, B2 ട്രെയിനിങ്, അതിനുശേഷം എല്ലാ പേപ്പർ വർക്കുകളും, എംപ്ലോയർ ഇന്റർവ്യൂ ഇതെല്ലാം എംപ്ലോയർ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി സീനിയർ കെയറർ 24 hours എന്ന ജോലിയാണ്. 6 മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരിക. ആഴ്ചയിൽ 36 മണിക്കൂർ, തിങ്കൾ മുതൽ ശനി വരെ 6 × 6 36 മണിക്കൂർ. എന്നാൽ ഒരു നഴ്സിന്റെ ജോലി അല്ലെങ്കിൽ ഒരു കെയററുടെ ജോലി ജർമ്മനിയിലെ ഒരു ഡോക്ടറുടെ ജോലിയല്ല, 24 മണിക്കൂർ 24 hour ജോബ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ 24 മണിക്കൂർ അലേർട്ട് ആവണം അത്യാവശ്യം വന്നാൽ. ഇനി നിങ്ങൾ എവിടെയാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട്. നിങ്ങളെ സീനിയർ കെയറായി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളെ കൊണ്ടുപോകുന്ന മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ കെയർ സെന്റർ അങ്ങനെയുള്ള വലിയ സ്ഥാപനത്തിന്റെ പാർട്ടായി നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞാൽ ഓഫ് കിട്ടും, നിങ്ങൾക്ക് ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരം കിട്ടും. പക്ഷെ അവിടെ ഫാമിലി അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സായി B2 കഴിയുന്നത് വരെ പാടില്ലാത്തതാണ്. വളരെ വ്യക്തമായി നിയമങ്ങളിൽ പറയുന്നുണ്ട്. സീനിയർ കെയറായി പോകുമ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ B2 അവിടെ നിന്ന് പാസ്സാകാനുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കെയറായി ശമ്പളത്തോട് പോകുമ്പോൾ വിത്ത് ഫാമിലി കൊണ്ടുപോകാൻ പാടുള്ളതല്ല. കുട്ടികളോ പാർട്ട്ണറോ ഇതിനോടൊപ്പം ചേരാൻ പാടുള്ളതല്ല. എന്നാൽ നിങ്ങൾ ഒരിക്കൽ B2 പാസ്സായി പിന്നീട് നിങ്ങൾ രജിസ്റ്റേർഡ് എക്സാമിനേഷൻ പാസ്സായി ജർമ്മൻ നേഴ്സായി മാറിയ ശേഷം നിങ്ങൾക്ക് അവരെ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് മിനിമം യോഗ്യത എത്ര നാളാണോ മിനിമം ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ റൂൾ അനുസരിച്ചുള്ളത് 5 വർഷം മുതൽ മുകളിലോട്ടുള്ള കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR-നും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എംപ്ലോയറെ തേടി B2 കഴിഞ്ഞാലും B1 കഴിഞ്ഞാലും തേടി നടക്കേണ്ടതില്ല. എന്നാൽ ഇതിന് മറ്റൊരു വശം, നിങ്ങൾ B2 കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയിലുണ്ടായിരിക്കും, നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ എംപ്ലോയർ വരുന്നില്ല എന്ന പരാതികൾ ധാരാളം കേൾക്കുന്നുണ്ട്. അതും ഇവിടെ ഇല്ലാതായി കിട്ടുകയാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് B2 പഠിക്കാനുള്ളതായ ഫണ്ടും അതിന് വേണ്ടതായ സപ്പോർട്ടും ട്രെയിനിങ്ങും എംപ്ലോയർ തന്നെ അവിടെ വെച്ച് നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പ്രോഗ്രാം BSc നഴ്സിംഗ് കഴിഞ്ഞ ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും B1 പാസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ പോയി B2 എടുത്ത് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. ഇനി അടിസ്ഥാന യോഗ്യതകൾ A1 പോലും ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വെച്ച് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അവരൊരിക്കലും മാറ്റി നിർത്തില്ല. കാരണം അടുത്ത 6 മാസത്തിനുള്ളിൽ അദ്ദേഹം B1 പാസ്സാകാനുള്ള സൗകര്യം അദ്ദേഹത്തിന്റെ ദേശത്ത് പഠിച്ച് അദ്ദേഹത്തിന് മുമ്പോട്ട് വന്നാൽ B1 പാസ്സാകുന്ന ആ മൊമെന്റിൽ അവർക്ക് സീനിയർ കെയറായി ജോലി പ്രവേശിക്കാം. അടുത്ത B2 ബ്രിഡ്ജിലേക്ക് അവർക്ക് കടക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന BSc നഴ്സന്മാർക്ക്
എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പരിജ്ഞാനമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പ്രോഗ്രാമിൽ എംപ്ലോയർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എംപ്ലോയർ ഇന്റർവ്യൂ ഇംഗ്ലീഷിലായിരിക്കും. അത് B1 ലാംഗ്വേജ് ഇല്ലാത്തവർക്ക് എംപ്ലോയർ ഇന്റർവ്യൂ ഇംഗ്ലീഷിലായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ അസസ്മെന്റ് നടത്തും. അതിൽ നിങ്ങൾ പൂർണ്ണമായി വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് തരും. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങേണ്ടത്. എന്നാൽ മറ്റൊരു കൂട്ടത്തിൽ B1 കഴിഞ്ഞ നഴ്സന്മാർക്ക് നേരിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഇന്റർവ്യൂ വരികയും 90 ദിവസത്തിനകം വിസ പ്രോസസ്സ് ചെയ്ത് അവർക്ക് ജർമ്മനിലേക്ക് പോകാവുന്നതാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ പറയുന്ന നമ്പറുകളിലോ ഞങ്ങളുടെ ഏതെങ്കിലും ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ പ്രോഗ്രാം നേരിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ച് ഇതിന്റെ റിസ്ക് സൈഡും ഇതിന്റെ ഈസിനെസ്സും ഇതിന്റെ പ്രോസസ്സിംഗ് ടൈമും ഒക്കെ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കൂടുതലായി സംശയങ്ങൾ ഇതിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ എല്ലാ സമയവും ഒപ്പം ഉണ്ടാകും. താങ്ക് യു.